ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് UPSC വിത്ത് ഐശ്വര്യ. അപ്പോൾ എന്താണ് E2O2 സ്ട്രാറ്റജി? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് E2O2 സ്ട്രാറ്റജി വളരെ ഫേമസ് ആയിട്ടുള്ള UPSC സർക്കിളിൽ എപ്പോഴും കേട്ട് കേൾവിയുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്. അപ്പോൾ ഇത് മാർക്കിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് മെയിൻസ് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് മെയിൻസിൻ്റെ ഒരു മാർക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ മാർക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് മാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ വീഡിയോ വേറെയുണ്ട്. അതല്ലാതെ ഇത് മെയിൻസിൻ്റെ മാത്രം E2O2 സ്ട്രാറ്റജീനെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമായിട്ടുള്ള മാർക്കിംഗ് സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. അപ്പം മെയിൻസിൻ്റെ മാർക്കിംഗ് സിസ്റ്റം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻസിൽ മൊത്തം നമുക്ക് 9 പേപ്പേഴ്സാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ 9 പേപ്പേഴ്സിനെ 2 ഗ്രൂപ്പ് ഓഫ് പേപ്പേഴ്സ് ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒരു കമ്പൽസറി പേപ്പറിൻ്റെ സെറ്റ് ഉണ്ടായിരിക്കും, മെറിറ്റ് ബേസ്ഡ് പേപ്പറിൻ്റെ സെറ്റ് ഉണ്ടായിരിക്കും. കമ്പൽസറി പേപ്പർ എന്ന് പറയുമ്പോൾ ആ പേപ്പർ എങ്ങനെ വന്നാലും ഒരു മിനിമം മാർക്കോടെ നമ്മൾ പാസ്സായേ പറ്റുള്ളൂ. അപ്പോൾ ഈ കമ്പൽസറി പേപ്പറിനകത്ത് വരുന്നത് ഒരു ഇന്ത്യൻ ലാംഗ്വേജ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു പേപ്പർ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ 2 പേപ്പറാണ് കമ്പൽസറി ലാംഗ്വേജസ് അല്ലെങ്കിൽ കമ്പൽസറി പേപ്പറിൻ്റെ കീഴിൽ വരുന്നത്. ഒരു ഇന്ത്യൻ ലാംഗ്വേജും അതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് പേപ്പറും. അത് രണ്ടുമാണ് കമ്പൽസറി പേപ്പേഴ്സിൻ്റെ കീഴിൽ വരുന്നത്. ഇതിന് രണ്ടിനും 300 മാർക്ക് വെച്ചിട്ടായിരിക്കും ഓരോ പേപ്പറും ക്യാരി ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മൾ മെറിറ്റ് ബേസ്ഡ് സെറ്റിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മെറിറ്റ് ബേസ്ഡ് സെറ്റിനകത്ത് 7 പേപ്പറാണ് നമുക്കുണ്ടാവുക. ഈ 7 പേപ്പറിനകത്ത് ഏതൊക്കെ പേപ്പറാണ് നമുക്ക് നോക്കാം. 1 essay, 2 GS1, പിന്നെ GS2, GS3, ethics, optional 1, optional 2. അപ്പോൾ ഇതിലെ ഓരോ പേപ്പറിനും 250 മാർക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 250 മാർക്സിന് ഓരോ പേപ്പർ 250 മാർക്സ് എന്ന് പറയുമ്പോൾ 7 പേപ്പർ ടുഗെദർ വിൽ ബി ഹോൾഡിംഗ് ഹൗ മെനി മാർക്സ്? 1750 മാർക്സ്. അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. ഇവിടെയാണ് നമ്മുടെ E2O2 സ്ട്രാറ്റജിക്ക് റിലവൻസ് വരുന്നത്. E2 സ്റ്റാൻഡ്സ് ഫോർ എത്തിക്സ് ആൻഡ് എസ്സേ, O2 സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷണൽ പേപ്പർ 1, ഓപ്ഷണൽ പേപ്പർ 2. അപ്പോൾ നമ്മളിവിടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സും എസ്സേയും ഓപ്ഷണൽ 1ഉം ഓപ്ഷണൽ 2ഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 4 മെറിറ്റ് ബേസ്ഡ് പേപ്പേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ 1000 മാർക്കാണ് ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ്. GS പേപ്പർ 1, 2 ആൻഡ് 3 ഇത് 3ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെറും 750 മാർക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ GS പേപ്പർ 1, 2 ആൻഡ് 3 ഈ 3 പേപ്പർ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഈ 750 മാർക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്ജക്ട്സ് ആണ്. ഇപ്പോൾ ഓരോ പേപ്പറിലും ഇപ്പോൾ GS പേപ്പർ 3 പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഡിഫറെൻറ്റ് സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം. ഇപ്പോൾ GS പേപ്പർ 3ക്കകത്ത് സയൻസ് ആൻഡ് ടെക് പഠിക്കണം, എൻവയറമെൻറ്റ് പഠിക്കണം, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി, അങ്ങനെ 5 ഡിഫറെൻറ്റ് സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം. അങ്ങനെ ഓരോ GSനകത്തും നമുക്ക് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ മിനിമം 15 സബ്ജക്ട്സ് നമ്മൾ ഈ ഒരു 3 പേപ്പറിനകത്തായിട്ട് നമ്മൾ പഠിക്കണം. പക്ഷേ വെയിറ്റേജ് എത്രയാണ് വരുന്നത്? 750 ആണ് വരുന്നത്. ഓക്കെ, ഇനി കൗണ്ടർ ചെയ്ത് നമ്മൾ എസ്സേയിലും എത്തിക്സിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എസ്സേ ആൻഡ് എത്തിക്സ് ടുഗെദർ ഹോൾഡ് ലൈക്ക് 500 മാർക്സ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഓപ്ഷണൽ എലോൺ ഇറ്റ് ക്യാരീസ് 500 മാർക്സ്. ആൻഡ് ഈ ഒരു പവർ പാക്ക് വെൻ ഇറ്റ് ഇസ് പുട്ട് ടുഗെദർ, വെൻ ദ ഓപ്ഷണൽ എത്തിക്സ് എസ്സേ കം ടുഗെദർ, ഇറ്റ് ക്യാരീസ് 1000 മാർക്സ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ E2O2 സ്ട്രാറ്റജിയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് GS പേപ്പർ 1, 2 ആൻഡ് 3 പഠിക്കേണ്ട എന്നുള്ളതല്ല പറയുന്നത്. മോർ എംഫസിസ്, മോർ കോൺസെൻട്രേഷൻ ഓൺ E2O2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻസിൽ കുറച്ച് കൂടുതൽ എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക? പലർക്കും അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ഇത് 4ഉം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവും. ഓക്കെ, ശരി, ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, GS പേപ്പർ 1, 2 ആൻഡ് 3 നിങ്ങളൊരു PCM ബാച്ചിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ബുക്ക് വായിച്ച് പഠിക്കുന്ന വളരെ ലാഘവത്തോടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസിലെല്ലാം അവൈലബിലിറ്റി ഉള്ള കാര്യങ്ങളാണ് GS പേപ്പർ 1, 2 ആൻഡ് 3. പക്ഷേ എത്തിക്സും എസ്സേ പോലുള്ള സബ്ജക്ട്സ് ഒക്കെ വളരെ അൺകൺവെൻഷനലാണ്. ഒരു കുട്ടി ഇപ്പോൾ ഒരു ഡെയിലി ബേസിസിൽ സ്റ്റഡിക്കകത്ത് പൊളിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എക്കണോമിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. എത്ര പേര് എത്തിക്സ് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും? എത്ര പേര് എസ്സേ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും?
അപ്പോൾ അവിടെ ഈ എക്സാം വരുമ്പോൾ മാത്രം തുറന്ന് എടുക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ ആയി മാറുകയാണ് എസ്സേയും എത്തിക്സും അല്ലെങ്കിൽ ഓപ്ഷണൽ. അല്ലെങ്കിൽ പ്രിലിംസ് പാസ്സാവട്ടെ എന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ച് വച്ചിരിക്കുന്ന 4 ടോപ്പിക്സാണ് എത്തിക്സ്, എസ്സേ, ഓപ്ഷൻ 1, ഓപ്ഷണൽ 2. അപ്പോൾ അത് മാറി നിങ്ങളുടെ മെയിൻ സ്ട്രീം സ്റ്റഡീസിലേക്ക് ഇതിനൊരു മുഖ്യ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റഡ് ആയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യാൻ കഴിയും? എത്തിക്സിന് ഡെയിലി നിങ്ങൾക്കൊരു കേസ് സ്റ്റഡി വെച്ച് പഠിക്കാം. ഡെയിലി ഒരു കേസ് സ്റ്റഡി സോൾവ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഡെയിലി ഒരു കേസ് സ്റ്റഡി പഠിക്കുക. ഡെയിലി ഏതെങ്കിലും എത്തിക്സിലെ ഒരു കോൺസെപ്റ്റ് വായിക്കുക. എല്ലാ വീക്കിലും ഒരു എസ്സേ നിർബന്ധമായിട്ടും എഴുതുക. ആ എസ്സേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആവട്ടെ, ഒരു ഫിലോസഫിക്കൽ എസ്സേ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ജനറൽ എസ്സേ എഴുതുക. എല്ലാ വീക്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈക്വലി ക്യാരി ഔട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഓപ്ഷണലിൻ്റെ കാര്യം, ഓപ്ഷണൽ ഡെയിലി പഠിക്കേണ്ട സാധനമാണ്. ഓപ്ഷണൽ ഒരിക്കലും പ്രിലിംസ് പാസ്സായതിന് ശേഷം നോക്കാം എന്ന് പറയേണ്ട ഒരു കാര്യമല്ല. അറ്റ്ലീസ്റ്റ് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി കാലഘട്ടം വരെയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഈ ഓപ്ഷണൽ സബ്ജക്ട്സ് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഓക്കെ, യൂഷ്വലി ഒരു സ്റ്റഡി സൈക്കിൾ, ഒരു അക്കാഡമിക് സൈക്കിളിനകത്ത് ജൂലൈ മാസം ഈസ് ഐഡിയൽ ഫോർ സ്റ്റാർട്ടിങ് ഓപ്ഷണൽ സ്റ്റഡീസ്. ഇഫ് നോട്ട് അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ബൈ ഓഗസ്റ്റ്. അപ്പോൾ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു ഐഡിയൽ ടൈം ടു എൻഡ് ദ ഓപ്ഷണൽ സ്റ്റഡീസ് വിൽ ബി ബൈ ഡിസംബർ. പിന്നെ ജനുവരി, ഫെബ്രുവരി വിൽ ബി ദ റിവിഷൻ ഓഫ് ദീസ് ഓപ്ഷണൽ സബ്ജക്ട്സ്. അപ്പോൾ അങ്ങനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഡെയിലി ബേസിസിൽ പഠിക്കാം. ഓക്കെ, എല്ലാ ടോപ്പേഴ്സിൻ്റെയും ഇൻ്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ സ്ട്രാറ്റജീസ് ആണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ഓപ്ഷണൽ സബ്ജക്ട്സ് മാറ്റിവെക്കില്ല. അവരൊരിക്കലും അത് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഇനി പ്രിലിംസിന് മാത്രമായി പഠിക്കാം എന്ന് അവർ ചിന്തിക്കില്ല. ഇറ്റ് വിൽ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ബിക്കോസ് ദേ നോ ഇതിൻ്റെ വെയിറ്റേജ് ഇത്രയാണ്, ഇതുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു റാങ്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ E2O2 സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺകൺവെൻഷണൽ രീതിയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ആ അൺകൺവെൻഷണൽ രീതിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലാൻ വേണം. ആ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ എക്സിക്യൂട്ടും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്തിക്സും എസ്സേയും ഡെയിലി ബേസിസിൽ പഠിക്കണം. ഇപ്പോൾ എസ്സേ വീക്ക്ലി നിങ്ങൾ വൺസ് എഴുതാം. അതിന് ഡെയിലി നിങ്ങൾക്ക് എസ്സേക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ് കളക്ഷൻ ചെയ്യാം. എത്തിക്സിന് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഒരു ടോപ്പിക്ക് വെച്ച് വായിക്കാം, ഒരു കേസ് സ്റ്റഡി സോൾവ് ചെയ്യാം. ഓപ്ഷണൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഒരു ടോപ്പിക്ക് വായിക്കാം. വേണമെങ്കിൽ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യാം, സോൾവ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്ലോലി മേക്ക് എ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ദ അൺകൺവെൻഷണൽ തിങ് ടു ഗെയിൻ മോർ മാർക്ക്. അതാണ് E2O2 സ്ട്രാറ്റജിയുടെ പ്രൈം എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ 1000 മാർക്സ് ആയിരിക്കും നിങ്ങൾ അപ്പർ ഹാൻഡ് കൊടുക്കാൻ പോകുന്നത്. 750 മാർക്സ് എനിവേ നിങ്ങൾക്കൊരു ഈസി കേക്ക് ആയിരിക്കും. കാരണം അത് നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. ആൻഡ് മോർ ഓർ ലെസ് എല്ലാവർക്കും GS പേപ്പറിൽ ഒരുപോലത്തെ മാർക്കൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. യു നീഡ് ടു പുട്ട് ആൻ എക്സ്ട്രാ എഫേർട്ട്, ഒബ്വിയസ്ലി യെസ്. പക്ഷേ ഈ ഒരു നെഗ്ലക്റ്റഡ് ഏരിയ കുറച്ചും കൂടെ എംഫസിസ് കൊടുക്കുമ്പോൾ ഐ അഷ്യൂർ യു ഭയങ്കര നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് മെയിൻസ് എക്സാമിനേഷനിൽ കിട്ടും. ഇപ്പോഴേ ടാർഗറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് 2025 വിൽ ബി യുവർ ഇയർ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.